കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. 1866 ജൂലൈ മാസം 21-ാം തീയതി അമേരിക്കയിൽ കെൻഡക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരു ദൈവദാസനാണ് തോമസ് ഉപദ്യ ഷാലു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു അധ്യാപകന്, 27-ാമത്തെ വയസ്സിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു. മെതഡിസ്റ്റ് ചർച്ചിലെ ഒരു അച്ഛനായിട്ട് അദ്ദേഹം ഓർഡൈൻ ചെയ്യപ്പെട്ടു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏൽപ്പിച്ച ഈ ഒരു പട്ടക്കാരൻ്റെ ജോലി നിർവഹിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട്, അതിനുള്ള ആരോഗ്യമില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ ശുശ്രൂഷയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റാണ് എടുത്തത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അറിയുവാൻ പലപ്പോഴും ദൈവവചനത്തിന് ചുറ്റും കൂടെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൂടെ അദ്ദേഹം കടന്നുപോയത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ ആ വാക്യങ്ങൾ വളരെ സ്പർശിച്ചു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകും, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും അതിൻ്റെതായിട്ടുള്ള വിശ്വസ്തത വലുതാണ്. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. ഈ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ തോമസ് ഉപദ്യ ഷാലുവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കി ആ കണ്ണുകൾ ഒഴുകിക്കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഉറക്കെ പാടിയത്, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മയാകും, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ തോന്നാറുണ്ട്. പെട്ടെന്നുള്ള മരണം കടന്നു വരുമ്പോൾ, അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങൾ കടന്നു വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസമാണ്. എന്നോടൊപ്പം പഠിച്ചിരുന്ന, ഗുരുകുലം ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് എന്നോട് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അത് ഒഴിവാക്കുകയാണ്. നന്നായിട്ട് പാടുമായിരുന്നു. ആ പാട്ടുകൾ ഗുരുകുലത്തിൻ്റെയും ഒക്കെ, അതുപോലെ തന്നെ കേരള സ്കൂൾ യുവനോത്സവത്തിലുമൊക്കെ വളരെ മുഴങ്ങി കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ശബ്ദമെടുക്കാൻ സാധിക്കാതെയായി കഴിഞ്ഞ് പിന്നീടെല്ലാം ആംഗ്യങ്ങൾ കൂടെ, എഴുത്തുകൾ കൂടെയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് പറയുന്നതൊക്കെ അദ്ദേഹത്തിന് നിരാശയുടെ അനുഭവമായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവവുമായിട്ട് അദ്ദേഹം ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വന്നു. ആ ബന്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് പാടുവാനായിട്ടുള്ള കഴിവൊക്കെ ലഭിച്ചു. പിന്നെയും സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചു. ഞാനിത് ഓർപ്പിക്കാൻ വന്നത്, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ഈ വിലാപങ്ങളുടെ പുസ്തകം തന്നെ നമുക്കൊന്നെടുത്ത് നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായങ്ങളാണ്. അതിൻ്റെ 1, 2, 4 അധ്യായങ്ങൾ തുടങ്ങുന്നത് എബ്രായ ഭാഷയിലെ ആദ്യത്തെ അക്ഷരത്തിലാണ്. ആലിഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ അത് ആ എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. അക്ഷരങ്ങളാണ് ഓരോ വാക്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. എന്നാൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ 66 വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങൾ 3 വാക്യങ്ങൾ വീതം ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഓരോ ഗ്രൂപ്പും ആരംഭിക്കുന്നത് പ്രത്യേകമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അതെല്ലാം ഇബ്രായ ഭാഷയിലെ ആദ്യത്തെ വാക്കുകൾ കൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ അക്ഷരത്തെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. 5-ാം അധ്യായത്തിൽ 22 വാക്യങ്ങളെ ഉള്ളെങ്കിലും അതിൽ ഉള്ള പ്രത്യേകത നമ്മൾ കാണുന്നത്, അത് ഈ ആദ്യത്തെ ഏതെങ്കിലും ഒരക്ഷരത്തെ ക്രമാനുഗതമായിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് പ്രവാചകന്റെ അല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ്റെ പ്രാർത്ഥനയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഭൂരിപക്ഷ വിശ്വാസവും യിരെമ്യാ പ്രവാചകൻ ഈ പുസ്തകം രചിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം യെരുശലേമിന്റെ നാശം കണ്ടിട്ട് കർത്താവിനെ ക്രൂശിക്കപ്പെട്ടതിന്റെ അടുത്തായിട്ടുള്ള ഇന്നും പറയപ്പെടുന്ന യിരെമ്യാവിന്റെ ഗുഹയിൽ ഇരുന്നു കൊണ്ട് യെരുശലേമിനെ നോക്കിക്കൊണ്ട് കരഞ്ഞതാണ് ഈ ഗാനങ്ങളെന്ന് പറയും. അതായത് അഭിമാസം
അതായത് നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഇന്നും യഹൂദൻ അവരുടെ പ്രഭാതത്തിലെയും സന്ധ്യയ്ക്കത്തേക്കുമുള്ളതായിട്ടുള്ള പ്രാർത്ഥനകളിൽ സിനഗോഗുകളിൽ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ വായിക്കാറായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പാരായണം ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ ഇതാണ്. ഈ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന സന്ദർഭം ഇത് വിലാപങ്ങളാണ്. വിലാപം എന്ന് പറയുന്ന കരച്ചിലല്ല, വിഷാദി ചെയ്തെങ്കിലും സ്ഥലത്തിരിക്കുകയല്ല. പിന്നെയോ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച പല സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ ഓർത്ത് പദം പറഞ്ഞു കരയുക എന്ന് മലയാള ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാം. പദം പറയുകയാണ്. അപ്പോൾ അവന് 1-ാം അധ്യായത്തിൽ ചോദിക്കുന്ന, അയ്യോ ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായി തീർന്നത് എങ്ങനെ, വീതികളിലൊക്കെ തകർന്നു കിടക്കുന്നത് എങ്ങനെ. പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഉള്ളിൽ ഇപ്രകാരം വിചിന്തനം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. യിരെമ്യാവിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, അവൻ ജനിക്കുമ്പോൾ തന്നെ അവരുടെ പാരമ്പര്യം അനുസരിച്ചല്ല, അല്ലെങ്കിൽ അനാഥോത്തിന് കിട്ടിയ ഒരു ശാപം അനുസരിച്ച് അവിടെ ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം തന്നെ അവരുടെ നല്ല യൗവനത്തിൽ മരിക്കും. കാരണം ഏലി മഹാപുരോഹിതനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് അതായിരുന്നു. അത് 1-2 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷേ ഇവര് പ്രവാചകൻ ഒരിക്കൽ പോലും അതിനെ മാറ്റി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചില്ല. തൽഫലമായിട്ട് അവിടെ പറഞ്ഞതുപോലെ നിന്റെ മക്കൾ 2 പേരും ഒഫ്നിയും ഫിനെഹാസും അവര് എന്ത് ചെയ്യും, അവരുടെ ജീവിതത്തിന്റെ അകത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അവരുടെ യൗവനത്തിൽ മരിക്കും, ഒറ്റ ദിവസം മരിക്കും. അവരുടെ രണ്ടാമത്തേത് വൃദ്ധന്മാരാരും ഉണ്ടാകുകയില്ല. 3 തിരുനിവാസത്തിന്റെ മറവിൽ ഒരു പ്രതിയോഗിയെ കാണും. ഈ 3 കാര്യങ്ങളും നിവർത്തിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. ഒഫ്നിയും ഫിനെഹാസും ഫെലിസ്ത്യരുടെ കൈയാൽ ഒറ്റ ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ശലോമോന്റെ കാലത്ത് അബ്ദിയാർ പുരോഹിതനെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ശിലോവിൽ വെച്ച് യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ദൈവം അവനെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 3-ാമത്തേത് നമ്മൾ കാണുന്നത് അവരെ എല്ലാവരും യൗവനത്തിൽ തന്നെ മരിക്കുന്നു. ദാവീദിന്റെ കാലത്ത് അവനെ സംബന്ധിച്ചിടത്തോളം കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവൻ ചെന്ന് കാഴ്ചയപ്പം വാങ്ങിച്ചതായിട്ടുള്ള ആ പുരോഹിതനെ 85ഓളം പുരോഹിതന്മാരെ ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഏഫോദ് ധരിച്ച, അതായത് 30 വയസ്സിൽ മേളിൽ പ്രായമുള്ള 85ഓളം പുരോഹിതന്മാരെ അന്ന് കൊന്നുകളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ശാപം കിട്ടിയ സ്ഥലമാണ് അനാഥോത്ത്. ഈ അനാഥോത്തിലാണ് നമ്മൾ കാണുന്നത് യിരെമ്യാവ് ജനിക്കുന്നത്. യിരെമ്യാവ് ജനിക്കുന്ന അവസരത്തിലെ അവന് ചുറ്റുവട്ടത്തെക്കുറിച്ചൊക്കെ നോക്കിക്കഴിയുമ്പോൾ എല്ലാം കരച്ചിലിന്റെ അവസ്ഥയാണ്. അവിടുത്തെ ഉള്ള എല്ലാ അമ്മമാരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കണ്ടു വളർന്നതായിട്ടുള്ള യിരെമ്യാവിനെ 12-ാമത്തെ വയസ്സിൽ, അപ്പോൾ ഇനിയും നമ്മൾ ഇവിടെ ശൗല് കൊന്ന പുരോഹിതന്മാരുടെ പ്രായമൊക്കെ കണക്കാക്കുകയാണെങ്കിൽ ഇനിയും 12 വയസ്സ് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 18-20 വർഷത്തിന്റെ ഉള്ളിൽ അവന്റെ ജീവിതം അവസാനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ളവനോടാണ് ദൈവം അരുളി ചെയ്യുന്നത്. ദൈവം അവനെ വിളിക്കുന്നത് 12-ാമത്തെ വയസ്സിൽ വിളിക്കുന്നു. അവനെ ഒരു പ്രത്യേകമായിട്ടുള്ള ദൗത്യം ഏൽപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാം. ആ ബുദ്ധിമുട്ടുകൾക്കപ്പുറമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃപയും ദൈവം നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പൗലോസിനോട് പറയുന്ന അതാ, ഈ ശൂലം മാറുന്നതിനേക്കാൾ, ജഡത്തിലുള്ള ഈ ശൂലം മാറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്റെ കൃപ. അത് നിനക്ക് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ മക്കളെ കൊണ്ടുള്ള ഭാരം ഉണ്ടായിരിക്കാം, സമ്പത്ത് നഷ്ടപ്പെട്ടവരായിരിക്കാം, മറ്റു പലതും ഉണ്ടായിരിക്കാം. ഏത് ആണെങ്കിലും ഓവർകം ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറയുന്ന, അതിനെ തരണം ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറയുന്ന ഓരോ ജീവിതത്തോടും ദൈവം പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ, ഞാൻ നിന്നെ ഉപയോഗിക്കാം. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി തരികയാണ്. നിനക്ക് വേണ്ടുന്ന സകല നന്മകളും ഞാൻ പ്രദാനം ചെയ്തു തരാം. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഈ കഷ്ടതകൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുവാനോ അതിൽ നിന്ന് ആത്മഹത്യ ചെയ്യുവാനോ ആയിട്ടോ അല്ല, ആ ഞെരുക്കങ്ങളുടെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ നമ്മുടെ കണ്ണുനീരൊപ്പും എന്നുള്ളതിന്
യാതൊരു സംശയവുമില്ല. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിന്റെ അകത്തെ അനുഭവം നമ്മൾ കണ്ടെത്തിയാൽ അത്രമാത്രമായിട്ടേ ഉള്ളൂ എന്നുള്ളതൂടെ ഇന്ന് പകലിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴിവിടെ യിരെമ്യാവ് എന്നോട് ദൈവം പറഞ്ഞു, അത് മാത്രമല്ല ദൈവം അവനൊരു ഉറപ്പുടെ കൊടുത്തു. ഈ ഇസ്രായേൽ മക്കളോടുള്ള സത്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ നിന്നോട് യുദ്ധം ചെയ്യും. 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ അതാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ ചെയ്യുന്ന ആ യുദ്ധത്തിൽ അവർ നിന്നെ ജയിക്കുകയില്ല. കാരണം എന്താ? ഒരു താമ്രഭിത്തിയായിട്ട് അതായത് ഏത് വെടിയുണ്ടയോ പ്രവേശിക്കാൻ സാധിക്കാത്ത ഉറപ്പുള്ള ഒരു സ്ഥാനമായിട്ട് ഞാൻ നിന്നെ ആക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത് വാഗ്ദത്തമാണ്. യഥാർത്ഥ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെടുത്തുമൊന്നുമില്ല. പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. പല സ്ഥാനങ്ങളുടെ ഉള്ളിലും വളരെ ശക്തമായിട്ട് ഒരു സഭയിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അച്ഛൻ, ഒരു പട്ടക്കാരൻ, അദ്ദേഹം പെട്ടെന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി. ഇത് 1970കളിലാണ്. 70കളിലായിട്ടുള്ള സന്ദർഭത്തിൽ എനിക്കതൊരു അത്ഭുതമായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒത്തിരി ബഹുമാനത്തോടുകൂടെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രവർത്തനത്തിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞ് വേറെ ചില കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോയത് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണുവാനായിട്ടിടയായി. യാദൃശ്യമായിട്ട് കണ്ടതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സ്ഥാനത്ത് ഈ പ്രദേശത്തൊക്കെ കടന്നു വന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ള സ്ഥാനങ്ങളിലുമൊക്കെ അങ്ങ് എത്ര ശക്തമായിട്ട് പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങയെക്കുറിച്ച് ആരെങ്കിലും ഒരു പഴി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കിട്ടുന്ന സമ്പത്ത് മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന്, സഭാപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ടുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സത്യം പറഞ്ഞു കഴിയുമ്പോൾ അത് പലർക്കും അത് താല്പര്യമില്ല. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പലതും കാണിക്കുന്നതിന് നമ്മൾ ചോദ്യം ചെയ്യരുത്. അടിമകളെയാണ് ആവശ്യം. അദ്ദേഹത്തിന്റെ ഭാഷയാണ്, അടിമകളെയാണ് ആവശ്യം. കർത്താവ് ഒരിക്കലും അങ്ങനല്ല പറഞ്ഞത്, ഊവെങ്കിൽ ഊവെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും പറയട്ടെ എന്നാണ്. അപ്പൊ ഏത് കാലഘട്ടങ്ങളിൽ സത്യം പറയാൻ പോയി കഴിഞ്ഞാലും അവിടെ ഉപദ്രവം ഉണ്ടാകും. അവിടെ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല. ദൈവത്തിന്റെ ഭക്തിയോടുകൂടെ ജീവിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യിരെമ്യാവിനും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത ഒരു വലിയ വെല്ലുവിളിയായിട്ട് തീർന്നു, അല്ലെങ്കിൽ യിരെമ്യാവ് അവർക്കൊരു വെല്ലുവിളിയായിട്ട് തീർന്നു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നതും അന്നും അല്ല ശരി. പിന്നെയോ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നിങ്ങൾക്കുണ്ടാകണം. ആ ഭാരമാണ് യഥാർത്ഥമായിട്ട് വേണ്ടുന്നത്. മാർത്തോമാ സഭ എന്ന് പറയുന്ന മഹത്വകരമായിട്ടുള്ള പ്രസ്ഥാനമുണ്ടായത് വാലിയറയിൽ അവറാച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ മനസ്സിലുണ്ടായ ഒരു ഭാരം ആണ് എന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ബാറിംഗ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ പ്രസംഗം കേൾക്കാൻ മാവേലിക്കരയ്ക്ക് പോയതാണ്. മാവേലിക്കരയിൽ പോയി കഴിഞ്ഞതിന് ശേഷം അന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ആ ചോദ്യം അദ്ദേഹം ഈ വാലിയയിൽ അവറാച്ചൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ദൈവദാസന്റെ നെഞ്ചത്തേക്ക് വീണുവെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നെഞ്ചത്തേക്ക് വെറുതെ വീഴുകയല്ല, ഭാരമുള്ള ഒരു കല്ലായിട്ട് മാറി. അതിനുശേഷമാണ് അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ കണ്ടു. കൊട്ടാരത്തിലെ തോമസ് കശീശായെ കണ്ടു, പാറയപ്പിടിയിൽ യോനാച്ചനെ കണ്ടു, നദാനിയേൽ ഉപദേശിയെ കണ്ടു. അങ്ങനെ മാർത്തോമാ സഭയുടെ പ്രാർത്ഥന കടവിൽ മാളികയിൽ കൂടുന്ന അനേകരെ കണ്ടു. അവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവർ സമയം ചെലവഴിച്ചു. ഒരു ഭാരമുണ്ടാകണം, അത് നെഞ്ചത്ത് വീഴുന്ന, അത് തകർക്കുന്ന ഒരു ഭാരമുണ്ടാകണം. യിരെമ്യാവിന് ആ ഭാരമുണ്ടായിരുന്നു. യിരെമ്യാവിന്റെ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യിരെമ്യാവ് പറയുന്നത് എന്താ? ജനത്തിന്റെ പുത്രരുടെ നിഹിതന്മാർ നിമിത്തം ഞാൻ കരയേണ്ടതിന് എന്റെ തലവെള്ളമാകണം. ഇന്ന് ആ കരച്ചിലില്ലല്ലോ പ്രിയ സഹോദരങ്ങളെ. നമ്മൾക്ക് ആർക്കും ഇന്ന് അതിനുള്ള അവസരങ്ങളില്ല.
അതായത് ഞായറാഴ്ച ദിവസം നിന്ന് നമുക്ക് ഒന്ന് കുർബാന കൊണ്ടാൽ അല്ലെങ്കിൽ തിരുവത്താഴം കൊണ്ടാൽ കർത്തൃമേശ കൊണ്ടാൽ നമ്മുടെ വിചാരം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ അതായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയായെന്ന്. അങ്ങനെയല്ല തിരുവചനം പഠിപ്പിക്കുന്നത്. ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ മരിക്കും, അവന്റെ ആത്മാവിനെ നമ്മളോട് ചോദിക്കും. യിരെമ്യാവ് വളരെ ശക്തമായിട്ട് ഇത് പ്രവചിച്ചു. ഫലം അവന് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായി. അവനെ വീട്ടുതടങ്കലിലാക്കി. അത് മാത്രമാണോ അവന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായതായിട്ടുള്ള പ്രത്യേകത? അവനെ കുഴിയിൽ ചേർന്നിറഞ്ഞ കുഴിയിലിട്ടു. ഒരു അപ്പം മാത്രം ഒരു ദിവസം കൊടുത്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം അവന് കിട്ടി. കൊല്ലാനുള്ള പല ശ്രമങ്ങൾ അവന്റെ ജീവിതത്തിൽ നടന്നു. എന്താണ് യിരെമ്യാവ് ചെയ്ത തെറ്റ്? യഥാർത്ഥ സത്യം പറഞ്ഞതോ? യഥാർത്ഥ സത്യം പറഞ്ഞതാണോ യിരെമ്യാവിന്റെ ജീവിതത്തിലെ തെറ്റായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? പക്ഷേ മനസ്സിലാക്കണം, യിരെമ്യാവ് പറഞ്ഞു 5-ാം അധ്യായം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വ്യാജം പ്രസ്താവിക്കുന്നു. എന്റെ ജനത്തിനത് ഇഷ്ടമാ. ജനത്തിന് ഇഷ്ടമാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മതി എന്നുള്ള ചിന്തയോടുകൂടെ വിശുദ്ധിയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് കഴിഞ്ഞിട്ടും ജീവിതത്തിൽ അവരെ ഒക്കെയും മൗനമായിരിക്കാതെ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പം പോകട്ടെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. യിരെമ്യാവ് ശക്തമായിട്ട് പറഞ്ഞു, ഈ കള്ളത്തരവും കാപട്യവും ഒക്കെ കാണിക്കുന്ന ദൈവ വ്യവസ്ഥയോട് മറുതലിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പുരോഹിതന്മാരെന്നൊക്കെ അഭിമാനിക്കുന്നവർ അവരെല്ലാം ഛേദിക്കപ്പെട്ടു പോയി. ഈ യെരൂശലേം നഗരം, ആ നഗരത്തിന്റെ ഉള്ളിൽ ഒരിക്കൽ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതാ. എത്രയോ പേര് കോരപുത്രന്മാരെ പോലുള്ളവര് ആ ദൈവത്തിന്റെ മന്ദിരത്തെ കണ്ട് ശലോമോൻ അവർ പ്രാർത്ഥിച്ച് സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള നഗരം, സമാധാനത്തിന്റെ നഗരം, ആ സമാധാനത്തിന്റെ നഗരം നശിപ്പിക്കപ്പെട്ടു. എല്ലാം തകർന്നടിഞ്ഞ് ചണ്ടിക്കൂമ്പാരങ്ങളായി കിടക്കുമ്പോൾ താഴെ ഒരു ഗുഹയിലിരുന്നു കൊണ്ട് യിരെമ്യാവ് വിലപിക്കുകയാണ്. ഏകാന്തതയിലായി പോകുന്ന അവസരം. അപ്പോ ജീവിതത്തിൽ എനിക്ക് പ്രയാസങ്ങളല്ലേ വന്നത്? തലമുറകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. ഇന്ന് തലമുറയെക്കുറിച്ച് നമുക്ക് വലിയ ഭാരങ്ങളൊന്നുമില്ലല്ലോ. അവര് എങ്ങനെയെങ്കിലും പോയി അവര് അനുഗ്രഹം, അതാണല്ലോ, അവരെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ചോദിക്കട്ടെ, വിദേശത്ത് പോകുന്നതാണോ അനുഗ്രഹം? ജീവിതത്തിന്റെ അകത്ത് കുറച്ച് പണം സമ്പാദിക്കുന്നതാണോ അനുഗ്രഹം? പ്രശസ്തി കിട്ടുന്നതാണോ അനുഗ്രഹം? എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേലും വിശ്വസിക്കാം. ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, സമാധാനത്തോടെ ജീവിക്കുന്ന, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം. അതാണ് അനുഗ്രഹം, കർത്താവിനോടുകൂടെയുള്ള വാസം. ആ വാസം നമുക്ക് പലപ്പോഴും പലർക്കും ഇന്ന് കിട്ടുന്നില്ല. പുറമേ നിന്ന് നോക്കിക്കഴിയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അത് നേടാൻ വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വേലയിൽ കൂടെ പോകുന്ന അവസരത്തിലും വേണ്ടാത്ത കാര്യങ്ങളിൽ പലതിൽ കൂടെ പോയിട്ടുണ്ട്. ആരും കണ്ടില്ലെന്നുള്ള ചിന്തയോടുകൂടെയാണെന്ന് വരികിൽ നമ്മളെ ന്യായവിസ്താരത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ മാനസാന്തരം കർത്താവ് അതാ കാണുന്നത്. കുറച്ച് പണം കൊണ്ടു കൊടുത്തെന്ന് പറയലും അനന്യാസിനെയും സപ്പീരയുടെയും ഉള്ള അവസ്ഥ ദൈവം വെളിപ്പെടുത്തി. നിന്റേതും വെളിപ്പെടുത്തും, എന്റേതും വെളിപ്പെടുത്തും. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഏതുമാകട്ടെ, നമ്മളിവിടെ കണ്ടെത്തുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രവാചകൻ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിലും അവൻ ഒരു കാര്യം ഉറപ്പാ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കരുണ നിമിത്തമാണ്. അവന്റെ കരുണ തീർന്നു പോയിരിക്കും. ദൈവത്തിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് വളരെ വ്യക്തമായി നമ്മൾ ഒരു നടുക്കത്തോടുകൂടെ ഓർക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തെന്നറിയാമോ? ദൈവം നമ്മളെ മുടിച്ചു കളയാതെ വണ്ണം അവൻ നമ്മെ കരുതുകയാണ്. അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളുടെ പാതകങ്ങളുടെ അവസ്ഥയിൽ കൂടെ ജീവിതത്തിന്റെ തെറ്റായിട്ടുള്ള വഴിത്താരകളിൽ കൂടെ ഒക്കെ നടന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നേ നമ്മുടെ ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് വിധി കൽപ്പിച്ച് അവരെ പുറത്താക്കുമായിരുന്നു, അവരെ ഇല്ലായ്മ ചെയ്തനുമായിരുന്നു. പക്ഷെ അവന്റെ കരുണ ഏറ്റവും വലുതായതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. അത് മാത്രമല്ല, അവന്റെ കരുണ, അവന്റെ വിശ്വസ്തത അതെത്രയാണ്?
അവന്റെ വിശ്വസ്തത എത്രയധികമായിട്ടുള്ളതാണ്. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ആർക്കും പറയാൻ സാധിക്കുന്നതാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ച തോമസ് ഒബദ്യാവശാലവും അദ്ദേഹം ഒരു മെത്തഡിസ്റ്റ് പട്ടക്കാരനായിരുന്നല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. 1960 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ രോഗത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും ഞെരുക്കങ്ങളുടെയും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആ ദൈവദാസൻ ഉറക്കപ്പാടി ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. അദ്ദേഹത്തിന് ഓടി നടന്ന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ലായിരുന്നെങ്കിലും 1200-ലധികം ഗാനങ്ങൾ എഴുതി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പണവാളൻ തന്റെ മണവറയെയും മണവാട്ടി തന്റെ ഉള്ളറയെയും വിട്ടിട്ട് പുറത്തേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ഏതിനായിട്ട് വിളിച്ചു എന്നോർത്ത് കണ്ടെത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ചില പേരും പെരുമയും കിട്ടണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയവരാണെന്ന് 4 പേര് പറയണം. അതിനില്ലാത്ത ഡിഗ്രി നമ്മൾ ഉണ്ടാക്കും, ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കും, പേപ്പർ സംഘടനകൾ ഉണ്ടാക്കും, മറ്റു പലതും ഉണ്ടാക്കും. പക്ഷെ ഇതെല്ലാം ആ ദൈവസന്നിധിയിലാണ് അവന് കാണാമെന്നുള്ള സത്യം എന്തേ നമ്മൾ മറന്നുപോകുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ കണ്ണ് കുരുടാക്കിയില്ലേ? പോകട്ടെ, ഇവിടെ എന്താണ് നാം മുടിഞ്ഞു പോകാത്തത്? ഇന്ന് പകലിൽ ഈ ദിവസം നമ്മി നന്നല്ല എന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അവന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ദയയിൽ വാസ്തവമായിട്ട് നമ്മളൊന്ന് ആശ്രയിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കടപ്പാടാണ്. അവനിൽ ആശ്രയിക്കുന്ന ഒരുത്തരെ പോലും അവൻ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലതൊക്കെ കുറവുകളൊക്കെ ജീവിതത്തിൽ വരാം. കഴിഞ്ഞ ഒരു ദിവസം, ഞാൻ ആ പെൺകുട്ടിയുടെ പേരോർക്കുന്നില്ല, കൊച്ചിയിലോ മറ്റോ ആണ് അവൾ താമസിക്കുന്നത്. അവളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. ജന്മന 2 കൈയും നഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്. അവളുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത, ജനിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മാതാവ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിതാവും പോയി. ഇതൊന്നും മനസ്സിലാക്കുക, കൈയില്ലാതെ ഒരു പെൺകുട്ടി എങ്ങനെയാ ജീവിക്കുന്നത്? പരാശ്രയം കൂടാതെ. പക്ഷെ ആ പ്രതിസന്ധികൾക്ക് അപ്പുറത്തേക്ക് അവൾ കടന്നുപോയി. അവൾ ഇന്ന് വരെ ഒരു ഡ്രൈവിങ്ങിന് കൈകളില്ലാത്ത ഒരാൾക്ക് കൊടുത്തതായിട്ട് ചരിത്രമില്ല. 6 വർഷം നിരന്തരമായി അവൾ പ്രവർത്തിച്ചു. അത് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് അവൾ ആഗ്രഹിച്ചു, ഓൾട്ടറേഷൻ നടത്തി, അങ്ങനെ ഒരു വാഹനം കിട്ടി. കാലുകൊണ്ടാണ് ഇന്ന് കൊച്ചിയിലെ ബഹുത്തായിട്ടുള്ള തെരുവിൽ കൂടെ അവള് ആ തിരക്കിന്റെ മധ്യത്തിൽ കൂടെ ഓടിക്കുന്നത്. അതിന് അനുസരണമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ കിട്ടി. പക്ഷെ അവിടെ പറയാൻ സാധിക്കുന്നത് എന്താ? ഈ കഷ്ടതയുടെ ഉള്ളിൽ മുറിയിലേക്ക് വാങ്ങിപ്പോവുകയല്ല, പിന്നെയോ മറ്റുള്ള ഒരു ആരോടും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ മാറി നിൽക്കുന്ന അവസരമല്ല. എല്ലാത്തിനും ശക്തി നൽകുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് കടന്നു വരേണ്ടത്. ഒരു വിധവയാണോ നീ മനസ്സിലാക്കണം, നീ മാറി നിൽക്കേണ്ടവളല്ല. വിധവയെ കരങ്ങളിലെടുക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, നവോമി എന്ന് പറയുന്ന സ്ത്രീ, അവളുടെ ഭർത്താവും മരിച്ചു, മക്കളും മരിച്ചെങ്കിലും അനന്തര തലമുറയെ മടിയിലെടുത്ത് ധാത്രിയായി യേശുവിന്റെ വംശാവലിയിൽ മാതാവിന്റെ വംശാവലിയിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു കുഞ്ഞിനെ മടിയിലെടുത്ത് അതിനെ വളർത്തുവാനുള്ള വളർത്തമ്മയായിട്ട് മാറുവാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു, നവോമിക്ക് സാധിച്ചു. എത്രയോ പേരുടെ അനുഭവങ്ങൾ അതുപോലുള്ളതുണ്ട്. എത്രയോ പേരുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. കണ്ണുകൾ നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ ഇനി ജീവിതത്തിന്റെ അകത്ത് കാഴ്ചശക്തി ഇല്ലായിരുന്നെങ്കിലും 8000-ലധികം പാട്ടുകൾ എഴുതിയ ആയിട്ടുള്ള കർത്താവിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ദാസി. അത് അങ്ങനെയുള്ള എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരുന്നു, നമ്മെ മുടിച്ചു കളയാത്ത ഒരു ദൈവം. അവന്റെ വിശ്വസ്തത അത് മേഘങ്ങളോളം എത്തുന്ന, രാവിലെ പുതിയതും രാത്രി തോറും നല്ലതുമാണ്. ആ കൃപയിൽ നമുക്കൊന്ന് ആശ്രയിക്കാമെങ്കിൽ ഇന്നത്തെ ഭാരങ്ങൾ മാറും, വേദനകൾ മാറും, നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മുടിയാത്തത് നിന്റെ ദയയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പൂർണ്ണമായി നിന്നോട് പറ്റിച്ചേരുവാൻ, ഈ ലോകത്തിന്റെ മെച്ചങ്ങളെക്കാൾ കൂടുതൽ നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ
ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹീതരായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.